ചെറിയ കാട്ടുകായ. അതിന് ലോകവ്യാപകമായ ഒരു നിയമയുദ്ധത്തിന് തുടക്കം കുറിക്കാൻ കഴിയുമോ? ഒരു ആദിവാസി സമൂഹത്തിന്റെ പാരമ്പര്യമായ അറിവ് അത് ശരിക്കും ആരുടേതാണ്? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരോഗ്യപച്ചയുടെ ഈ കൗതുകകരമായ കഥയാണ്. ഇതിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങളുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു വശത്ത് പ്രകൃതി നൽകിയ ഒരു കുഞ്ഞൻ കായ, മറുവശത്തോ ഒരു ഭീമൻ കോർപ്പറേഷൻ. ഇത് വെറുമൊരു പോരാട്ടത്തിന്റെ കഥ മാത്രമല്ല, അറിവിന് യഥാർത്ഥത്തിൽ ഒരു ഉടമയുണ്ടോ എന്ന അടിസ്ഥാനപരമായ ചോദ്യം ചോദിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഈ കഥയുടെ തുടക്കം അറിയാൻ നമുക്ക് കേരളത്തിലെ അഗസ്ത്യമല വനങ്ങളിലേക്കൊരു യാത്ര പോകാം. അവിടെയാണ് കാണിക്കാർ എന്ന ആദിവാസി സമൂഹം ജീവിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ രഹസ്യവും അവിടെ തന്നെയാണ്. അവരതിനെ വിളിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ആരോഗ്യപ്പച്ച, ആരോഗ്യം നൽകുന്ന പച്ച. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം. ആ ചെടിക്ക് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ആ ഒറ്റ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ആരാണീ കാണിക്കാർ? അവർ വെറുമൊരു ഗോത്രവിഭാഗം മാത്രമല്ല കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവവൈവിധ്യ കലവറകളിലൊന്നായ അഗസ്ത്യമലയുടെ കാവൽക്കാരാണവർ. തലമുറകളായി അവർ കൈമാറി വന്ന ഔഷധസസ്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലേ, അതാണ് ഈ കഥയുടെ എല്ലാം ഹൃദയം. കഥ തുടങ്ങുന്നത് 80കളിലാണ്. ട്രോപ്പിക്കൽ ബൊട്ടാനിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, അതായത് KBGRIയിലെ ശാസ്ത്രജ്ഞർ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ വഴികാട്ടികളായ കാണിക്കാർ ഒരു പ്രത്യേകതരം കായ ചവച്ച് ക്ഷീണമകറ്റുന്നു. അതാണ് നമ്മുടെ ആരോഗ്യപ്പച്ച. ഈയൊരു അറിവിൽ നിന്നാണ് അവർ ജീവനി എന്ന പേരിൽ ഒരു ഹെർബൽ മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോ ഒരു പരമ്പരാഗത അറിവ് ശാസ്ത്രീയമായി തെളിയിച്ച് ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റാക്കി മാറ്റി. ഇത് ശരിക്കും ഒരു വലിയ വിജയകഥയാവേണ്ടതായിരുന്നു അല്ലേ? എന്നാൽ സംഭവിച്ചത് വേറൊന്നാണ്. അവിടെയാണ് ബയോപൈറസി എന്ന വില്ലൻ ഈ കഥയിലേക്ക് വരുന്നത്. എന്താണ് ഈ ബയോപൈറസി? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു സമൂഹത്തിന്റെ അറിവ് അവരുടെ അനുവാദമില്ലാതെ, അവർക്ക് യാതൊരു പ്രയോജനവും നൽകാതെ വാണിജ്യപരമായി ഉപയോഗിക്കുന്നതിനെയാണ് ബയോപൈറസി എന്ന് പറയുന്നത്. നമ്മുടെ ഈ കേസ് അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ആ ആദ്യത്തെ ഡീലിന്റെ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. ഗവേഷണ സ്ഥാപനത്തിന് കിട്ടിയത് 10 ലക്ഷം രൂപ, ലൈസൻസ് ഫീസും വിൽപ്പനയുടെ 2% റോയൽറ്റിയും. പക്ഷേ ഈ അറിവിന്റെ യഥാർത്ഥ ഉറവിടമായ കാണിക്കാർക്കോ വട്ടപൂജ്യം, 1 രൂപ പോലും കിട്ടിയില്ല. പക്ഷേ ഈ അനീതി അങ്ങനെ തുടരാൻ ആരും സമ്മതിച്ചില്ല. ആക്ടിവിസ്റ്റുകളും പണ്ഡിതന്മാരും ഒക്കെ ഈ വിഷയം ഏറ്റെടുത്തു. അതൊരു സാധാരണ പ്രതിഷേധമായിരുന്നില്ല. നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു അത്. അവസാനം ആ പോരാട്ടം ചെന്നെത്തിയത് ഒരു ചരിത്ര വിജയത്തിലേക്കാണ്. അപ്പോ എന്തായിരുന്നു ആ ചരിത്രപരമായ തീരുമാനം? ലൈസൻസ് ഫീസിന്റെയും റോയൽറ്റിയുടെയും പകുതി, അതായത് കറക്റ്റ് 50% കാണിക്കാർക്ക് നൽകണം. ഈ പണം കൈകാര്യം ചെയ്യാനായി ഒരു ട്രസ്റ്റും രൂപീകരിച്ചു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു സംഭവം. 50%? അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. തങ്ങളുടെ അറിവിന് വിലയുണ്ട്, അംഗീകാരമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. അക്കാലത്ത് അതൊരു വിപ്ലവകരമായ വിജയം തന്നെയായിരുന്നു. പക്ഷേ ഈ വിജയത്തിന്റെ അലയൊലികൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇത് ലോകമെമ്പാടുമുള്ള ആദിവാസി സമൂഹങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷയായി, ഒരു വഴികാട്ടിയായി മാറി. എന്നാൽ എല്ലാ നല്ല കഥകളെയും പോലെ ഇവിടെയും ഒരു ട്വിസ്റ്റുണ്ട്. കഥ ഇവിടെ തീരുന്നില്ല. കടലാസിലെ ഒരു നിയമവിജയം കൊണ്ട് മാത്രം എല്ലാം ശരിയാവണമെന്നില്ല എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമായി ഈ സംഭവം പിന്നീട് മാറി. അപ്പോ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും: ഈ വിജയം ശരിക്കും നിലനിന്നോ? ഉത്തരം ഇല്ല എന്നാണ്. സംഭവിച്ചത് ഇതാണ്: ചെടിയെ സംരക്ഷിക്കാനായി സർക്കാർ വനങ്ങളിൽ നിന്ന് ആരോഗ്യപ്പച്ച വാണിജ്യപരമായി ശേഖരിക്കുന്നത് നിരോധിച്ചു. നല്ല ഉദ്ദേശമായിരുന്നു, പക്ഷേ അതോടെ അതിന്റെ സപ്ലൈ ചെയിൻ മൊത്തത്തിൽ തകർന്നു. ജീവനി മരുന്നിന്റെ ഉൽപ്പാദനം നിന്നു. പിന്നെ എന്ത് റോയാലിറ്റി? കാണിക്കാർക്കുള്ള പേയ്മെന്റുകളും അതോടെ പൂർണ്ണമായി നിന്നു. പ്രശ്നങ്ങൾ അവിടെയും തീർന്നില്ല. ട്രസ്റ്റിന്റെ നടത്തിപ്പിനെ ചൊല്ലി കാണിക്കാർക്കിടയിൽ തന്നെ ചില തർക്കങ്ങളുണ്ടായി. വരുമാനം നിലച്ചതോടെ സാമ്പത്തിക സുരക്ഷിതത്വവും പോയി. ഓക്കെ, അപ്പോ കാണിക്കാർക്ക് ഒരുപക്ഷേ ആ വിജയത്തിന്റെ മുഴുവൻ പ്രയോജനവും കിട്ടിയില്ലായിരിക്കാം. പക്ഷേ അവരുടെ ഈ പോരാട്ടം ലോകത്തിന് നൽകിയത് വിലമതിക്കാനാവാത്തൊരു പാഠമാണ്. ഈ ഒരൊറ്റ കേസുണ്ടാക്കിയ സ്വാധീനം എത്ര വലുതാണെന്ന് നോക്കൂ. 1995 ആ കരാർ 2002 ഇന്ത്യയുടെ സ്വന്തം ജൈവവൈവിധ്യ നിയമത്തിന് പ്രചോദനമായി. അവിടെയും നിന്നില്ല.
2010 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച നഗോയ പ്രോട്ടോക്കോൾ എന്ന അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ചർച്ചകളിൽ വരെ ഈ കാണി മാതൃക ഒരു പ്രധാന പങ്കുവഹിച്ചു. ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഈ കേസ് ഒരു കാര്യം ഉറക്കെ ലോകത്തോട് പറഞ്ഞു: പരമ്പരാഗത അറിവെന്നത് വെറും കെട്ടുകഥകളല്ല, അതിന് കൃത്യമായ സാമ്പത്തികവും ശാസ്ത്രീയവുമായ മൂല്യമുണ്ട്. അപ്പോ എന്താണ് നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ട പ്രധാന പാഠങ്ങൾ? 1. അറിവിന്റെ യഥാർത്ഥ ഉടമകളെ നമ്മൾ അംഗീകരിക്കണം, അവർക്ക് നഷ്ടപരിഹാരം നൽകണം. 2. നിയമപരമായ വിജയം മാത്രം പോരാ, അത് പ്രായോഗികമാക്കാനുള്ള നയങ്ങൾ കൂടി വേണം. പിന്നെ ഏറ്റവും പ്രധാനമായി, പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അവിടെ ജീവിക്കുന്നവരെ ശിക്ഷിക്കുന്ന അവസ്ഥ വരരുത്. ഈ കഥയുടെ എല്ലാം സാരാംശം ഈ ഒരു വാക്യത്തിലുണ്ട്: നിയമപരമായ ഒരു വിജയം നല്ലതാണ്, പക്ഷെ അതൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ സംരക്ഷണത്തിന് തുടർച്ചയായ പിന്തുണ വേണം, വ്യക്തമായ നയങ്ങൾ വേണം, പിന്നെ ഗോത്ര സമൂഹങ്ങളുടെ സ്വയംഭരണത്തെ നമ്മൾ ബഹുമാനിക്കുകയും വേണം. അപ്പോ ആരോഗ്യപച്ചയുടെ ഈ കഥ നമ്മളോടെല്ലാം ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. കടലാസിലുള്ള നിയമപരമായ അവകാശങ്ങളെ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്ന ശാശ്വതമായ ശാക്തീകരണമാക്കി മാറ്റാൻ കഴിയുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.